മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് തെരുവുവിളക്കുകൾ തെളിയാത്തതിനെതിരെ LDF കൗൺസിലർമാർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ദിവസേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഇല്ലാത്തത് രോഗികളെയും കൂട്ടിനെത്തുന്നവരെയും ദുരിതത്തിലാഴ്ത്തുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രിക്ക് മുൻവശവും ആശുപത്രി കോമ്പൗണ്ടിലും വെളിച്ച സംവിധാനമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദിവസേന ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്ന ആശുപത്രിയിൽ ഇത്തരത്തിൽ വെളിച്ച സംവിധാനമില്ലാത്തത് എല്ലാവരെയും ദുരിതത്തിലാഴ്ത്തുന്നുണ്ട്. ആശുപത്രി കോമ്പൗണ്ടിൽ മുൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഇത് നന്നാക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാത്രിയിലടക്കം ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ വെളിച്ച സംവിധാനമില്ലാത്തത് വലിയ ദുരിതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം നിരവധി തവണ പരാതി നൽകിയിട്ടും നഗരസഭാ അധികൃതർ ഇതിനെതിരെ മുഖം തിരിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മാങ്ങാടൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പരിസരം ഇരുട്ടിൽ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം രോഗികൾ നിത്യേന ഇവിടെ വന്ന് പോകുന്ന ഒരവസ്ഥയാണ്. ഈ ആശുപത്രിയുടെ പരിസരമാകെ ഇരുട്ടിൽ ആയപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാത്ത ശല്യം ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുക്കൽ ഇത് അവതരിപ്പിക്കുകയും ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇതിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDFന്റെ കൗൺസിലർമാർ നടത്തുന്ന പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ച സംവിധാനമില്ലാത്തതിനാൽ തന്നെ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്ന സ്ഥിതിയുമുണ്ട്. പനിക്കാലമായതോടെ നിരവധി ആളുകളാണ് ദിവസേന രാത്രികാലങ്ങളിൽ ആശുപത്രിയിലെത്തുന്നത്. ഇവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സാഹചര്യം വെളിച്ചമില്ലാത്തതിനാൽ നിഷേധിക്കപ്പെടുന്നെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. LDF കൗൺസിലർമാരായ റബിൻസ് T. അലിയാർ, സജി TA, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.